പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. നമ്മൾ 2025 പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണല്ലോ. നാം യേശുവിനെക്കുറിച്ച് കേൾക്കുകയാണ്. ഞാൻ നല്ല ഇടയനാണ്, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കുമെന്നാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് ധ്യാനിച്ചു തുടങ്ങി പോന്നത്. ഇപ്പോൾ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ ധ്യാനിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം കർത്താവേ, നീ ഞങ്ങളോട് ഇടപെടണമേ. ഹല്ലേലൂയ. ഈ 2025 വർഷം ഞങ്ങൾക്ക് പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും വർഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ യേശുവേ, നിങ്ങളുടെ സ്നേഹം ഞങ്ങൾ നിറയുവാനും നിങ്ങളുടെ വാത്സല്യം ഞങ്ങൾ നിറയുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ നിറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ എല്ലാ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും യേശുവേ അങ്ങടുത്ത രക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. ഇതാണ് 2025 കടക്കുമ്പോൾ കർത്താവ് നമുക്ക് പ്രത്യാശയുടെ അനുഭവം തരുന്നത്. ബന്ധിതർക്ക് മോചനം. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചില രോഗങ്ങൾ, വിട്ടുമാറാത്ത മാനസിക പ്രശ്നങ്ങൾ, വിട്ടുമാറാത്ത മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ, അടിമപ്പെട്ടുപോയി, പലവിധത്തിലുള്ള പ്രശ്നങ്ങളാണ്. മാറണമെന്ന് ആഗ്രഹിക്കുന്നു, സാധ്യമല്ല. പല നന്മ പ്രവർത്തനങ്ങളും പല നല്ല ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോയി ഇതിനടിമപ്പെട്ടതുകൊണ്ട്. സാമൂഹിക പ്രവർത്തനങ്ങൾ, സഭാസംബന്ധമായ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെയും നശിച്ചുപോയി, നിന്നുപോയി. ആരംഭത്തിൽ നല്ല ഉന്മേഷവും നല്ല ഉഷാറുമായിരുന്നു. ഒത്തിരി വലിയ നിലയിലൊക്കെ എത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഈ ലഹരി എന്ന വസ്തുവിന് തമാശയ്ക്ക് ഉപയോഗിച്ചതാണെങ്കിലും അതിനടിമപ്പെട്ടപ്പോൾ അത് എല്ലാം തകർത്തെറിഞ്ഞു. എന്നാൽ കർത്താവെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്, ഈ 2025 നീ കർത്താവാകുന്ന വാതിലിലൂടെ, കർത്താവായ യേശു ക്രിസ്തു ആകുന്ന ഇടയനിലൂടെ നീ സഞ്ചരിക്കുകയാണെങ്കിൽ, ആ ഇടയൻ തുറക്കുന്ന വാതിലുകൾ മാത്രമേ നീ പ്രവേശിക്കുകയുള്ളൂ. ആ ഇടയനാണ് എൻ്റെ സർവസ്വമെന്ന് നീ ഏറ്റെടുക്കുകയാണെങ്കിൽ, നീ വിശ്വസിക്കുകയാണെങ്കിൽ, ഇടയൻ്റെ വഴിയിലൂടെ നീ പോവുകയാണെങ്കിൽ നിന്റെ ബന്ധനത്തിൽ നിന്ന് മോചനമുണ്ട്. നിന്റെ ബന്ധനത്തിൽ നിന്ന് മോചനമുണ്ട്. ബന്ധിതർക്ക് മോചനം. പ്രിയമുള്ളവരെ, പൂർണ്ണമായ മോചനമാണ്. ഞാനൊക്കെ ഒരു കാലത്ത് ഭയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഒരു 25-26 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ എന്നെ തന്നെ പേടിച്ചു പോയിട്ടുണ്ട്. എൻ്റെ ഭാവി ജീവിതത്തെ ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്. ആരെന്നെ ഇതിൽ നിന്ന് കരകയറ്റും? സ്വയം സാധിക്കുമോ? സ്വയം പല പ്രാവശ്യവും ശ്രമിച്ചു നോക്കി സാധിക്കുന്നില്ല. പക്ഷേ എൻ്റെ 28-ാമത്തെ വയസ്സിൽ ഞാൻ അറിഞ്ഞു, യേശു ക്രിസ്തു എന്നെ സഹായിക്കും. അവൻ സഹായിച്ചാൽ അവനിൽ നിന്ന് പിന്നെ എന്നെ വിടുവിക്കുവാൻ ആർക്കും കഴിയില്ല. അവൻ ശക്തനും ധീരനുമാണ്.
എൻ്റെ അടുക്കലേക്ക് വരുന്ന എല്ലാ തിന്മകളെയും മുൻകൂട്ടി കണ്ട് അതെല്ലാം തട്ടിമാറ്റി എന്നെ അവൻ്റെ ഇടത്തിൽ സുരക്ഷിതമാക്കി നിർത്താൻ കഴിയുന്നവനാണ് അവനെന്ന് ഞാൻ മനസ്സിലാക്കി വിശ്വസിച്ചു. ഇന്നിപ്പോൾ എനിക്ക് 62 വയസ്സുണ്ട്. കഴിഞ്ഞ 34 വർഷം ഞാൻ യേശുക്രിസ്തുവിൻ്റെ തണലിൽ, യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ എൻ്റെ എല്ലാ വാതിലുകളും തുറക്കുന്നത് യേശുവാണ്. ഞാൻ ഏത് പ്രവർത്തനത്തിന് ഇറങ്ങിയാലും ആ പ്രവർത്തനത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് യേശുവിനോട് ചോദിച്ച് എൻ്റെ സഹപ്രവർത്തകരോ കുടുംബാംഗങ്ങളൊക്കെ ചേർന്ന് പ്രാർത്ഥിച്ച്, പല ദിവസങ്ങൾ പ്രാർത്ഥിച്ച് നറുക്കിടും അത് ചെയ്യണോ വേണ്ടിയോ. അങ്ങനെയാണ് തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്ത് കാര്യം, ഒരു കുഞ്ഞു കാര്യം പോലും, ഏറ്റവും നിസ്സാരമെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം പോലും വചനം വെച്ചുകൊണ്ട്, വചനം എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ബൈബിൾ വായിച്ചാണ്, ബൈബിളിൽ നിന്ന് ചോദിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. ശക്തമായ മുന്നേറ്റമാണ്. നമുക്ക് വീഴ്ച പറ്റിയാലും, നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനാകിയാൽ നമുക്ക് അവിടെ ഒരു തടസ്സവും വരില്ല. എന്നെ അതിന് ധൈര്യപ്പെടുത്തിയതൊക്കെ അബ്രാഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ ഒക്കെ ജീവിതം കണ്ടിട്ടുണ്ട്. അബ്രാഹാം തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ രാജാവ് തൻ്റെ പടയാളികളെ വിട്ട് അബ്രാഹത്തെ കൊന്ന് ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് ഭാര്യയോട് പറഞ്ഞു, ഭാര്യയാണെന്ന് പറയണ്ട, സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അവർ സമ്മതിച്ചു. ആ രാജ്യത്ത് ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ രാജസന്നിധിയിൽ ഉണർത്തിച്ചു, ഇങ്ങനെ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്, അവൻ്റെ ഭാര്യ അതിസുന്ദരിയാണ്, അവൻ്റെ കൂടെയുള്ള സ്ത്രീ അതിസുന്ദരിയാണ് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു അവരെ കൊണ്ടുവരാൻ പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, ഇതെൻ്റെ പെങ്ങളാണ്. രാജാവിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, അബ്രഹാം പരാജയപ്പെട്ടു. തൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ, തൻ്റെ കൂടെ നിർത്താൻ അബ്രഹാം പരാജയപ്പെട്ടു. ഭർത്താവാണെന്ന് പറഞ്ഞാൽ കൊന്നുകളയുമെന്നാണ് അബ്രഹാം വിചാരിച്ചത്. എന്നാൽ അബ്രഹാത്തിൻ്റെ പരാജയം ബലഹീനതയാണെന്ന് മനസ്സിലാക്കി അബ്രഹാത്തിന് മുമ്പേ ദൈവം അവൻ്റെ ഭാര്യയെ സംരക്ഷിച്ചു. രാജഗൃഹത്തിൽ കൊണ്ടുചെന്നെങ്കിലും രാജാവ് ഭയന്ന് വിറയ്ക്കുമാറ് ദൈവം ഇടപെട്ടു രാജാവിനോട്. അതുപോലെ തന്നെ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലുണ്ട്. നമ്മളെ നിയന്ത്രിക്കാൻ, നമുക്ക് നമ്മളെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അറിവോ ധൈര്യമോ യാതൊരു സാധ്യതകളും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നാം ക്രിസ്തുവിൽ ബന്ധിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ, ക്രിസ്തുവിൽ ചേർത്ത് വെക്കുകയാണെങ്കിൽ നാം പൂർണ്ണമായി വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ. ബന്ധിതർക്ക് മോചനം, തിന്മയിൽ നിന്ന് മോചനം ലഭിക്കും. ചില മദ്യപാനങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൽ നിന്നൊക്കെ മനുഷ്യൻ മോചനം പ്രാപിക്കും. ചില തെറ്റായ ബന്ധങ്ങൾ, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണല്ലോ. സ്വന്തം ഭാര്യയുള്ളപ്പോൾ തന്നെ തെറ്റായ ബന്ധങ്ങളൊക്കെ പുലർത്തി അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്തതാണ്. ജീവൻ പോലും അപകടത്തിലാകുന്ന ചില ബന്ധനാവസ്ഥകളുണ്ട് മനുഷ്യർക്ക്. അതിൽ നിന്നെല്ലാം യേശുക്രിസ്തു നമ്മളെ മോചിപ്പിക്കും. ഹല്ലേലൂയ. അവനതിന് മതിയായവനാണ്, അവനതിന് മതിയായവനാണ്. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, നേരായ വഴിയിലൂടെ നടക്കുവാനുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടും. സത്യസന്ധമായി ജീവിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടും. അന്ധർക്ക് കാഴ്ച, കാഴ്ചയില്ലാത്ത, കണ്ണ് കുരുടായി പോയ പ്രിയപ്പെട്ടവരെ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടവർ. എന്ത് തീരുമാനമെടുക്കണം, ഏതിൽ പോകണം, എങ്ങനെ പോകണമെന്ന് പറയാൻ പറ്റാത്തവർ, കാഴ്ച നഷ്ടപ്പെട്ടവർ. അന്ധർക്ക് കാഴ്ച,
അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. ചില ആളുകൾ മറ്റുള്ളവരെ ഇപ്പോഴും അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിനെ, മാതാപിതാക്കന്മാർ മക്കളെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. ഒന്നും ചെയ്യാനുള്ളൊരു ശേഷിയില്ല അവർക്ക്. അവർ സ്വതന്ത്രരായി. ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് രോഗിയായി, ഭാര്യ സ്വതന്ത്രമായി. പക്ഷേ ഒന്നും ചെയ്യാനുള്ള കെൽപ്പില്ല. പിതാവ് വാർദ്ധക്യത്തിലായി അല്ലെങ്കിൽ പിതാവ് മരിച്ചു. പക്ഷേ ചെറുപ്പത്തിലെ അടിച്ചമർത്തിയതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ, ഒരു ഉയർച്ചയുമില്ലാതെ പകയായിട്ട് നടക്കുന്ന മക്കൾ, ജീവിച്ചിരിക്കുന്ന രോഗിയായ അപ്പനെ കൊന്നുകളയാൻ വരെ ദേഷ്യത്തോടു കൂടി വരുന്നവർ, ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്നവർ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ക്രിസ്തു യേശുവിലുള്ള സ്വാതന്ത്ര്യം, ജാഗ്രതയുള്ള, നിർഭയമായ, ധീരതയുള്ള, ക്ഷമയോടുകൂടിയുള്ള സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ക്രിസ്തു നമുക്ക് നൽകും. 2024 പ്രതീക്ഷിച്ചിട്ട് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട, മദ്യപാനത്തിലേക്ക് പോകേണ്ട, മയക്കുമരുന്നിലേക്ക് പോകേണ്ട, നിരാശയിലേക്ക് പോകേണ്ട, ആത്മഹത്യയിലേക്ക് പോകേണ്ട, ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥയിലേക്ക് എന്തിനെന്ന് പറഞ്ഞിരിക്കേണ്ട, ഞാൻ എന്തായാലും ഇത്രയൊക്കെ ആയി, നീ ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കേണ്ട. നല്ല ശക്തിയോടെ, ധീരതയോടെ, ക്ഷമയോടെ, സ്നേഹത്തോടെ ഏത് പ്രായത്തിലും എഴുന്നേറ്റ് വരാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 2025 യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. ഞാൻ നല്ല ഇടയനാണ്, ഞാനാണ് വാതിൽ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കേട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും അസ്വസ്ഥതകൾ നമ്മളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ, നമ്മെ മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രിയമുള്ളവരെ നമ്മളെ തന്നെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന, നമുക്ക് സമാധാനം നൽകുന്ന, നമുക്ക് മോചനം നൽകുന്ന, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു ക്രിസ്തു നമുക്കുള്ളതുകൊണ്ട്, അവൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ധാരാളമായി ചൊരിയുന്നതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി യേശുവിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാം. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നമ്മളെ നയിക്കുന്ന യേശുവിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. യേശു ആകുന്ന ഇടയൻ, യേശു ആകുന്ന വാതിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു. നമ്മളെ മുന്നോട്ട് നയിക്കാൻ, നമ്മളെ നല്ല മേച്ചിൽപ്പുറങ്ങളിൽ മേയിക്കാൻ യേശു ഇതാ സന്നദ്ധമായിരിക്കുന്നു. ബാലൻ പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ജ്ഞാനം നിറഞ്ഞു. കൃപയാൽ കർത്താവ് നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. സകലവും ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്താം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളുടെയും ക്രിസ്തുവിൻ്റെ വചനത്താൽ നയിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാരും എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനയും കൂട്ടും കോട്ടയും ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ 2025 പ്രഭാതം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളെ 2025 വർഷം പൊതിയട്ടെ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, അനേകരിലേക്ക് ഈ ശുശ്രൂഷ എത്തിക്കുവാൻ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.